Hello friends, welcome to my YouTube channel. So നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗിലെ എട്ടാമത്തെ എപ്പിസോഡിലാണ്. സോ ഈ ഒരു ലേണിംഗ് സീരീസിൽ നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൻഡിൽ സ്റ്റിക് പാറ്റേണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സോ കാൻഡിൽ സ്റ്റിക് പാറ്റേണിൽ ഓൾറെഡി നമ്മൾ കുറേ കാൻഡിൽസിനെ കുറിച്ച് നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാൻഡിൽ എന്ന് പറയുന്നത് 3 ഇൻസൈഡ് അപ്പ് അതുപോലെ തന്നെ 3 ഇൻസൈഡ് ഡൗൺ കാൻഡിൽ ഫോർമേഷനെ കുറിച്ചിട്ടാണ്. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കാൻഡിൽ എന്ന് പറയുന്നത് 3 ഇൻസൈഡ് അപ്പ് കാൻഡിൽ ആണ്. സോ 3 ഇൻസൈഡ് അപ്പ് കാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡിങ് മാർക്കറ്റിൽ നിന്ന് റിവേഴ്സൽ ഒരു അപ്വേർഡ് ട്രെൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള റിവേഴ്സൽ സൈൻ ആണ് 3 ഇൻസൈഡ് അപ്പ് കാൻഡിലിനകത്തോട് നമുക്ക് കിട്ടുന്നത്. സോ ഈ 3 ഇൻസൈഡ് അപ്പ് എന്ന് പറയുന്നത് 3 കാൻഡിൽ സ്റ്റിക് കൂടുന്നതാണ് ഈ 3 ഇൻസൈഡ് അപ്പ് കാൻഡിലിന്റെ ഫോർമേഷൻ. സോ അതിനകത്ത് ഫസ്റ്റ് കാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ബിയറിഷ് കാൻഡിൽ ആയിരിക്കണം. സോ ആ ഒരു ബിയറിഷ് കാൻഡിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സോ സെക്കൻഡ് ഫോം ചെയ്യുന്ന കാൻഡിലും അതുപോലെ തന്നെ തേർഡ് ഒരു ഫോളോ അപ്പ് കാൻഡിലിനും നമുക്ക് ഒരു ബുള്ളിഷ് കാൻഡിൽ ആയിരിക്കണം. സോ ഇങ്ങനത്തെ ഒരു 3 കാൻഡിൽ സ്റ്റിക് പാറ്റേണിനെയാണ് നമ്മൾ 3 ഇൻസൈഡ് അപ്പ് കാൻഡിൽ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി അടുത്ത് 3 ഇൻസൈഡ് അപ്പ് കാൻഡിൽ ഫോർമേഷൻ നമുക്ക് എവിടെയാണ് വരേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ഈ 3 ഇൻസൈഡ് അപ്പ് കാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു സപ്പോർട്ട് സോൺ, ഒരു ഷോർട്ട് ടേം സപ്പോർട്ട് ഏരിയയുടെ അടുത്താണ് ഈ 3 ഇൻസൈഡ് അപ്പ് കാൻഡിൽ ഫോർമേഷൻ വരുന്നതെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു റിവേഴ്സലിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ ഇതിനകത്ത് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് കാൻഡിൽ എന്ന് പറഞ്ഞത് നമുക്കൊരു ബിയറിഷ് കാൻഡിൽ ആയിരിക്കണം. കാരണം മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡിലായിരുന്നു. മാർക്കറ്റ് ഡൗൺവേർഡ് ട്രെൻഡിൽ ഒരു സപ്പോർട്ട് സോണിന്റെ മാർക്കറ്റിന് അടുത്ത് എത്തുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു കാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കാൻഡിൽ നമുക്കൊരു ബിയറിഷ് കാൻഡിൽ ആയിരിക്കണം. സെക്കൻഡ് കാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ബുള്ളിഷ് കാൻഡിൽ ആയിരിക്കണം. അതുപോലെ തന്നെ തേർഡ് ഒരു ഫോളോ അപ്പ് കാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ബുള്ളിഷ് കാൻഡിൽ ആയിരിക്കണം. സോ ഇങ്ങനത്തെ ഒരു 3 കാൻഡിൽ ഫോർമേഷൻ നമുക്ക് ഒരു സപ്പോർട്ട് സോണിന്റെ അടുത്താണ് നമുക്ക് ഫോം ചെയ്യുന്നതെങ്കിൽ ആ ഒരു മാർക്കറ്റ് ട്രെൻഡ് ഇപ്പം ആ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിൽ നിന്ന് ഉള്ള ഒരു സൂചനയാണത്. സോ ഇത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഈ ഒരു 3 കാൻഡിൽ സ്റ്റിക് പാറ്റേണിനെ ഒരു ഹയർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹാമർ കാൻഡിലിന്റെ ഫോർമേഷൻ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ലോയർ ടൈം ഫ്രെയിമിൽ നമുക്ക് 3 ഇൻസൈഡ് അപ്പ് കാൻഡിലും അതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു ഹാമർ കാൻഡിലിന്റെ ഫോർമേഷൻ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഹാമർ കാൻഡിലിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. സോ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ ആണ് നമ്മൾ 3 ഇൻസൈഡ് അപ്പ് എന്ന് പറയുന്നത്. 3 ഇൻസൈഡ് അപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലോയർ ടൈം ഫ്രെയിമിൽ നമുക്ക് 3 ഇൻസൈഡ് അപ്പ് കാൻഡിൽ ഫോർമേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിനെ ഒരു ഹയർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഹാമർ കാൻഡിലിന്റെ ഫോർമേഷൻ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു തേർഡ് ഒരു കൺഫർമേഷൻ ഒരു ഫോളോ അപ്പ് കാൻഡിൽ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് സോണിന്റെ താഴെ ആയിരിക്കണം ഈ ഒരു സപ്പോർട്ട് സോണിന്റെ താഴെ ആയിരിക്കണം നമുക്ക് എസ് എൽ വെക്കേണ്ടത്. എക്സാക്ട്ലി സപ്പോർട്ട് സോണിന്റെ അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എൻട്രി ഈ ഒരു കാൻഡിലിന്റെ കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എൻട്രി എടുക്കാം. അത് കുറച്ച് ഒരു അഗ്രസീവ് എൻട്രി ആയിരിക്കും. അത് മാത്രമല്ല നമുക്ക് എസ് എൽ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു എസ് എൽ തന്നെ നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു റിവേഴ്സലിന് വേണ്ടിയിട്ട് ഇപ്പൊ മാർക്കറ്റ് ഇവിടം വരെ പോയി നമുക്ക് തിരിച്ച് ഒരു റിവേഴ്സൽ എന്തായാലും ഒരു റീടെസ്റ്റ് ഈ ഒരു സപ്പോർട്ട് സോണിൽ നമുക്കൊരു റീടെസ്റ്റ് എന്തായാലും ഉണ്ടാകും. ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിജക്ഷൻ ആണ് നമുക്ക് അവിടുന്ന് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ആ ഒരു സപ്പോർട്ട് സോണിനെ മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ ഒരു എസ് എൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ലോസ് നമുക്ക് കുറച്ച് കിട്ടും, നമുക്ക് പ്രോഫിറ്റും നല്ല നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും ഒരു റീടെസ്റ്റ് ജെന്യുവൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ആ ഒരു മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ മാർക്കറ്റ് എപ്പോഴും ഒരു റീടെസ്റ്റ് ഉണ്ടാവും. കാരണം റീടെസ്റ്റ് എടുക്കുന്നത് ഒരു കുറച്ചും കൂടെ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്നത്. സോ ആ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ നമുക്ക് കിട്ടും. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 3 ഇൻസൈഡ് ഡൗൺ കാൻഡിൽ സ്റ്റിക് പാറ്റേണിനെ കുറിച്ചിട്ടാണ്. സോ 3 ഇൻസൈഡ് ഡൗൺ കാൻഡിൽ എന്ന് പറയുന്നത് 3 ഇൻസൈഡ് അപ്പ് കാൻഡിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് 3 ഇൻസൈഡ് ഡൗൺ കാൻഡിൽ എന്ന് പറയുന്നത്. സോ 3 ഇൻസൈഡ് ഡൗണിൽ ആദ്യം നമുക്ക് ഒരു ബുള്ളിഷ് കാൻഡിൽ ആയിരിക്കണം. സോ ബുള്ളിഷ് കാൻഡിൽ സൂചിപ്പിക്കുന്നത് അവിടെ അഗ്രസീവ് ആയിട്ടുള്ള ബയേഴ്സിനെയാണ്. സോ സെക്കൻഡ് കാൻഡിൽ നമുക്ക് ഒരു ബിയറിഷ് കാൻഡിൽ ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഒരു ഫോളോ അപ്പ് കാൻഡിൽ വരേണ്ടതും നമുക്ക് ഒരു ബിയറിഷ് കാൻഡിൽ ആയിരിക്കണം. സോ ഇങ്ങനത്തെ 3 കാൻഡിൽ സ്റ്റിക്കിനെ കൂടുന്നതാണ് നമ്മൾ 3 ഇൻസൈഡ് ഡൗൺ കാൻഡിൽ സ്റ്റിക്
കാൻഡിൽസ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത്. സോ 3 ഇൻസൈഡ് ഡൗൺ കാൻഡിൽസ്റ്റിക് പാറ്റേൺ നമുക്ക് എവിടെയാണ് ഫോം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ 3 ഇൻസൈഡ് ഡൗൺ കാൻഡിൽസ്റ്റിക് പാറ്റേൺ നമുക്ക് എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ഏരിയയിലായിരിക്കണം നമുക്ക് ഫോം ചെയ്യേണ്ടത്. സോ നമ്മൾ പ്രീവിയസ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഏതായിരുന്നു? നമുക്ക് 3 ഇൻസൈഡ് അപ്പ് ആയിരുന്നു. സോ 3 ഇൻസൈഡ് അപ്പ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ നമുക്ക് എവിടെയായിരുന്നു ഫോർമേഷൻ വന്നുകൊണ്ടിരുന്നത്? ഒരു ഡൗൺവേർഡ് ട്രെൻഡിങ് മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് ഏരിയയുടെ അടുത്തായിരുന്നു നമുക്ക് അതിന്റെ ഫോർമേഷൻ നമ്മൾ കണ്ടത്. സോ 3 ഇൻസൈഡ് ഡൗൺ കാൻഡിൽ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലായിരിക്കണം അതിന്റെ ഒരു ഫോർമേഷൻ നമുക്ക് കാണേണ്ടത്. സോ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഈ ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഷോർട്ട് ടേം അപ്പ് ട്രെൻഡിൽ നിന്ന് മാർക്കറ്റ് ഒരു ഷോർട്ട് ടേം ഡൗൺ ട്രെൻഡിലോട്ട് കൺവേർട്ട് ആകുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ആദ്യം നമുക്ക് ഒരു ബുള്ളിഷ് കാൻഡിൽ ആയിരിക്കണം. സോ ബുള്ളിഷ് കാൻഡിൽ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഒരു അപ്വേർഡ് ട്രെൻഡ് ആയിരുന്നു. സോ ആ ഒരു റെസിസ്റ്റൻസ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ബയേഴ്സിന് ആ ഒരു മാർക്കറ്റിനെ ആ റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് ആ ഒരു ബയേഴ്സിന് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ആ ഒരു റെസിസ്റ്റൻസ് അവിടെ മാർക്കറ്റ് ഫേസ് ചെയ്യുന്നത്. സോ ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ ഓൾറെഡി കുറെ സെല്ലേഴ്സ് ഉണ്ടാവും. സോ അവരുടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള എൻട്രി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോ അതുപോലെ തന്നെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ഫോളോ അപ്പ് ക്യാൻഡിൽ വരുന്നതും ഒരു ബിയറിഷ് ക്യാൻഡിൽ ആയിരിക്കും. സോ ഇങ്ങനത്തെ ഒരു 3 കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആയിരിക്കും നമുക്ക് ഇൻസൈഡ് ഡൗൺ ക്യാൻഡിലിനകത്ത് വരുന്നത്. സോ ഇതിനകത്ത് ഫസ്റ്റും സെക്കൻഡും ക്യാൻഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലിന്റെ ഫോർമേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇത് സെയിം നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇൻസൈഡ് അപ്പിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇൻസൈഡ് ഡൗണിനകത്തും ഒരു ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് അത് ഒരു ത്രീ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആയിരിക്കും. 3 ഇൻസൈഡ് ഡൗൺ ക്യാൻഡിലിന്റെ ഫോർമേഷൻ ആയിരിക്കും. ഇത് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷൻ ആയിരിക്കും. ഇത് ഇൻവെർട്ടഡ് ഹാമർ ആയിട്ടും കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ടും കൺസിഡർ ചെയ്യാം. സോ ഇത് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയാൻ കാരണം ഇത് മാർക്കറ്റ് റെസിസ്റ്റൻസ് ഏരിയയിലായിരിക്കും നമുക്കിത് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷൻ ആയിട്ടും നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഇത് കാണാൻ സാധിക്കുന്നത്. സോ ഇതാണ് നമുക്ക് 3 ഇൻസൈഡ് അപ്പ് ആൻഡ് 3 ഇൻസൈഡ് ഡൗൺ ക്യാൻഡലിന്റെ ഫോർമേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.